നീല് രാവിലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമൊന്നും പറഞ്ഞതുമില്ലല്ലോ. അങ്ങനെ ചോദിക്കാതെയും പറയാതെ എങ്ങോട്ടും പോകുന്ന ആളല്ല. പിന്നെ ഇതിപ്പോ എവിടെ പോയതാ? ത്രിവിക്രമന്റെ വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിനിടയില് ഞാൻ അവളെ ശരിക്കും ശ്രദ്ധിച്ചതുമില്ല. ഞാൻ പോയതിനു ശേഷം ആയിരിക്കും അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. പോയിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് അവളെ ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിൽ എങ്ങോട്ട് പോയതാ? ഇല്ല, അവൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ശക്തി ഉപയോഗിച്ച് നീല എവിടെയാണുള്ളതെന്ന് ഞാൻ കണ്ടെത്തിയേ പറ്റൂ. മഹാദേവ, ഇതെന്താ ഇത്? നീലി എന്റെ രൂപത്തിലേക്ക് മാറി എങ്ങോട്ട് പോവാണല്ലോ. അവള് മുകളിലേക്ക് കയറി വന്ന് എന്റെ അടുത്ത് എന്തോ ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ ചോദിക്കുന്നതിന് മുന്നേ എന്റെ രൂപത്തിലേക്ക് മാറി ആരെയോ കാണാൻ വേണ്ടിയിട്ടാണ് അവള് പോയത്. എന്തിനായിരിക്കും പോയിട്ടുണ്ടാവുക? ആരെ കാണാനായിരിക്കും? അത് ആരുടെ കാറാ? ഇതെന്താ ഇത്? മുഴുവൻ കാണാൻ പറ്റുന്നില്ലല്ലോ. നീലി ആരുടെ കൂടെ കാറിലാണ് പോകുന്നത്. പക്ഷെ കാറിനകത്ത് ആരാണെന്നുള്ളത് എനിക്ക് വ്യക്തമാകുന്നില്ലല്ലോ. എങ്ങോട്ടാ പോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വെറുതെ ആവുകയാണല്ലോ. എന്താ ചെയ്യാ? മഹാദേവ, അവൾക്കൊരാപത്തും കൂടാതെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കണേ. അളിയൻ പെട്ടെന്ന് വന്ന് നാളെ തന്നെ എൻഗേജ്മെന്റ് വേണമെന്ന് പറയുന്നു. അതിന് അറേഞ്ച്മെന്റ് ഉണ്ട്, പ്രിപ്പറേഷൻ വേണം. അതിന് അതെ ഡാഡി, ചേട്ടന്റെ എൻഗേജ്മെന്റ് സിമ്പിൾ ആയിട്ട് നടത്താനൊന്നും പറ്റില്ല. വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെ വേണം. ഞാൻ എൻഗേജ്മെന്റ് നടത്തണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, സിമ്പിൾ ആയിട്ട് നടത്തണമെന്ന് പറഞ്ഞില്ല. എന്താ വേണ്ടെന്ന് വെച്ചാ അത് എത്രയും വേഗം ചെയ്യേ. എന്തിനാ വഹിക്കുന്നേ? ഡെക്കറേഷൻസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേ. നോർമൽ ഫാബ്രിക്സിൽ ഡെക്കറേറ്റ് ചെയ്താൽ നന്നായിരിക്കും. പിങ്ക് ആൻഡ് വൈറ്റ് ബെറ്റർ ആയിരിക്കും. എന്തു പറയുന്നെങ്കിലേ? ആ, നന്നായിരിക്കും. അതിന്റെ കൂടെ ഫ്ലവർ ഡെക്കറേഷൻ കൂടെ ആയി നന്നായിരിക്കും. ആ, മിക്സ് കളറുള്ള ഫ്ലവർ വെച്ചിട്ട് സ്റ്റേജിൽ ഒരു ഹാർട്ട് ഷേപ്പ് കൂടി ഉണ്ടാക്കി വെക്കണം. ഒരു കേക്ക് കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കല്ലേ? ചേട്ടാ, സ്മോൾ കേക്ക് ഒന്നും പോരാ. 3 സ്റ്റെപ്സ് കേക്ക് തന്നെ വേണം. അതും വാനില കേക്ക് ആണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിന്റെ കൂടെ ഷാമ്പയിൻ ബോട്ടിൽ കൂടി വേണം. നിങ്ങൾ ഇവിടെ റിംഗ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോ ഷാമ്പയിൻ ബോട്ടിൽ ഞാൻ ഷെയ്ക്ക് ചെയ്ത് നമുക്ക് ആഘോഷമാക്കാം. അത് കേക്കിന്റെ അടുത്ത് വെച്ചാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ആ, അങ്ങനെ തന്നെ ചെയ്യാം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. മോൻ സ്റ്റേജിൽ വെച്ച് ശിവാനിക്ക് റിങ്ങിടുന്നു, ശിവാനി നിനക്ക് റിങ്ങിടുന്നു. ഇതെല്ലാം കണ്ട് ഞങ്ങൾ സന്തോഷിക്കും. തൃശൂൽ, ഹലോ തൃശൂൽ. എന്താ മുതലാളി? നീ എന്ത് ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഇവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടോ? ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നിന്റെ ചുമതലയാ. ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. സോ ദാറ്റ് യു ഡോണ്ട് ഫോർഗെറ്റ് എനിത്തിങ്. എല്ലാം ഇവര് പറയുന്ന പോലെ തന്നെ ചെയ്യണം. ശരി മുതലാളി. തൃശൂൽ, ഒരു കാര്യം മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ?
ശിവാനി, ത്രിവിക്രം, എന്തായാലും എന്റെ ശബ്ദം കേട്ടപ്പോ തനിക്ക് മനസ്സിലായല്ലോ. ഓ, നീ എന്താ ഈ സമയത്ത് എന്റെ റൂമില്? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി, അതും നാളെ എൻഗേജ്മെന്റ് ചെയ്യാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ അങ്ങനെ കാണാൻ പ്രത്യേകിച്ച് സമയത്തിന്റെ ആവശ്യമുണ്ട്. തന്നെ എനിക്കൊന്ന് കാണാൻ തോന്നി, ഇങ്ങോട്ട് പോന്നു. എന്താ താൻ പേടിച്ചു പോയാ? എന്നെ പേടിക്കാതിരിക്കോ? ഞാനേതോ കള്ളന്മാരെന്നാ വിചാരിച്ചേ. കള്ളൻ തന്നെ, തന്റെ ഹൃദയം മോഷ്ടിച്ച കള്ളൻ. അതിരിക്കട്ടെ, ഈ പാതിരാത്രിക്ക് എന്റെ വീട്ടില് അത് ശിവാനി, എനിക്കെന്തോ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആരോ എന്നെ ഉറക്കത്തിൽ വിളിക്കുന്ന പോലെ ഒരു തോന്നല്. അതാരാന്ന് ആലോചിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത് അത് താനാന്ന്. സോ ഞാൻ എന്റെ ഉറക്കം തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാ. പ്ലീസ് ശിവാനി, എനിക്ക് എന്റെ ഉറക്കം തിരിച്ചതാ. ശരി. ഇപ്പൊ നോക്ക്, തന്റെ മുഖത്ത് എന്ത് ഐശ്വര്യമാണ്. രാവിലെ മുതൽ താൻ വല്ലാത്ത ടെൻഷനിലായിരുന്നല്ലേ? അത് കണ്ടപ്പോ എനിക്കും വല്ലാത്ത ടെൻഷനായി. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ ശിവാനി? ആ, എല്ലാം ഓക്കെ. തന്റെ ഈ മുഖത്തുള്ള ചിരി ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ടായിരിക്കണം. തന്റെ ഈ ചിരി എനിക്ക് അത്രക്കിഷ്ടം. അതെപ്പോഴും തന്റെ മുഖത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കില്ലേ ശിവാനി? ശിവാനി തന്നോടെ ചോദിക്കുന്നത്, ഈ ചിരി എന്നും തന്റെ മുഖത്തുണ്ടാവില്ലേ? എന്ത് ടെൻഷൻ വന്നാലും തന്റെ ചിരി ഒരിക്കലും മിസ്സാവാൻ പാടില്ല. എന്റെ ദുഃഖങ്ങളൊന്നും ആരോടും പ്രകടിപ്പിക്കരുത്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാ അതിനുത്തരം നൽകാൻ എനിക്ക് പറ്റില്ല. ശിവാനി, നമ്മൾ രണ്ടുപേരും അടുത്തറിയാൻ തുടങ്ങിയിട്ട് കുറച്ചാളല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ എൻഗേജ്മെന്റും ആയി. നമ്മുടെ ഈ കാര്യമൊക്കെ പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, താൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഡാഡി എങ്ങനെ സമ്മതിപ്പിക്കുന്ന ഞാൻ ആലോചിച്ചോണ്ടിരുന്നു. പക്ഷെ അതിലൊന്നും എനിക്ക് ഒട്ടും കഷ്ടപ്പെടേണ്ടി വന്നില്ല. നോക്ക് ത്രിവിക്രം, യഥാർത്ഥത്തിലുള്ള പ്രണയം എപ്പോഴായാലും എങ്ങനെയായാലും ഒന്നു ചേർന്നിരിക്കും. അതിനാര് തടസ്സം നിന്നാലും എന്തൊക്കെ സംഭവിച്ചാലും യഥാർത്ഥത്തിലുള്ള പ്രണയം സഫലമാവുക തന്നെ ചെയ്യും. നമ്മുടേതും അതെ. തന്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നുവെച്ചാ ഞാൻ വായാടിയാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇപ്പോ ഭയങ്കര ബോറിംഗ് സബ്ജക്റ്റ് ആണെങ്കിലും താൻ അതിനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നോട് പറയാറില്ല. മതി മതി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഈ ത്രയംബകൻ എന്നെ എവിടേക്കാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ. രക്ഷപ്പെടാനുള്ള ഒരു ശ്രമവും വേണ്ട. അത് നിന്നെ കൊണ്ട് സാധിക്കുകയുമില്ല. ആരാ നിങ്ങള്? എന്തിനാ ഇവിടെ വന്നേ? ഞാൻ ആദ്യമായിട്ടാണല്ലോ നിങ്ങളെ കാണുന്നത്. ഓ, നിങ്ങളെ ത്രയംബകന്റെ കൂടെയുള്ളതാണോ? ആ ദുഷ്ടന്റെ സഹായിയാണോ? നോക്ക്, നിങ്ങളുടെ നല്ലതിനാ ഞാൻ പറയുന്നത്. അവനെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ ഇവിടെ കെട്ടിയിട്ടതെങ്കിൽ അത് നല്ലതിനല്ല. എന്നെ അഴിച്ചു വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ ത്രയംബകന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. ത്രയംബകൻ? ത്രയംബകനോ? എന്താ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? എന്റെ ശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ആ ത്രയംബകന്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കാൻ നിൽക്കണ്ട. ഏയ് നാഗറാണി, ഇതിലൊരു ത്രയംബകനുമില്ല,
ഒരു മാന്ത്രികനുമില്ല. അവന്റെ രൂപത്തിൽ വന്നത് ഞാൻ തന്നെ. ത്രയംബകന്റെ രൂപത്തിൽ വന്ന് എല്ലാവരെയും മയക്കിയതും ഈ ഞാൻ തന്നെ. എന്നുവെച്ചാ എന്നെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. ഞാൻ ആരാണെന്നുള്ള സത്യം ആർക്കും അറിയില്ല. എല്ലാവരും ഞാൻ തന്നെയാണ് ത്രയംബകൻ എന്ന് വിചാരിച്ചിരിക്കുന്നു. വിശ്വസിപ്പിച്ചതും ഈ ഞാൻ തന്നെയാണ്. യഥാർത്ഥ ത്രയംബകൻ എന്നേ ഇല്ലാതായില്ലേ? അവനെ ഇല്ലാതാക്കിയതും ഈ ഞാൻ തന്നെ. ഏയ്, എന്റെ കാര്യസാധ്യത്തിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുക തന്നെ ചെയ്യും. എന്റെ അപാരമായ ശക്തിയെക്കുറിച്ച് ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നില്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് നേടാനാ? ത്രയംബകന് നാഗലോകത്തോട് വെറുപ്പാണ്. നാഗമാണിക്യം സ്വന്തമാക്കാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. അതിനെ പ്രതിരോധിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്തിനാണ് എന്നോട് ദേഷ്യം? അതിന് കാരണമുണ്ട്. നീ എന്റെ ഭാവിയിലെ ലക്ഷ്യത്തിന് മുടക്കം നിൽക്കുന്നവളാണ്. നാഗമാണിക്യം എടുക്കാനുള്ള ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്നത് നീയാണ്. ഓ, നിങ്ങൾക്കും വേണ്ടത് നാഗമാണിക്യമാണോ? ഛേ, ആ മോഹത്തിന്റെ മൂലകാരണം ഞാൻ തന്നെയാണ്. ആദ്യ പ്രയത്നം ആരംഭിച്ചത് ഞാൻ തന്നെയാണ്. നാഗമാണിക്യത്തിന്റെ അവകാശം ലഭിച്ചത് ആദ്യം എനിക്കാണ്. എന്റെ മകൻ ചെയ്ത ഒരു തെറ്റ് കാരണം ആ ഭാഗ്യം ത്രയംബകനിലേക്ക് ചെന്നു ചേർന്നു. ആ ത്രയംബകൻ നാഗമാണിക്യത്തിന്റെ കാര്യം ആ ദിഗ്വിജയനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോ ആ ദിഗ്വിജയനിൽ നിന്നും ആ നാഗമാണിക്യം എന്റെ കയ്യിൽ എത്തിച്ചേരാനുള്ള സന്ദർഭം വന്നിരിക്കുന്നു. അതിന് നീയാണിപ്പോൾ തടസ്സം നിൽക്കുന്നത്. പറയാ, ആരാണ് നീ? ആരാണ്? ഞാനാണ് ശിവാനി. ഒരിക്കലുമല്ല, നീ ശിവാനി അല്ല. ആണ്, ഞാനാണ് ശിവാനി. ഞാനാണ് നാഗറാണി. ഏയ്, എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കണ്ട. എന്റെ പേരക്കുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നവളില്ലേ, അവളാണ് യഥാർത്ഥ നാഗറാണി. നിങ്ങളുടെ പേരക്കുട്ടിയോ? അതെ, എന്റെ പേരക്കുട്ടി തന്നെ. ത്രിവിക്രമൻ എന്റെ പേരക്കുട്ടിയാണ്. നിങ്ങളുടെ പേരക്കുട്ടി ത്രിവിക്രമനാണെന്ന്? ഏയ്, ആർക്കും അറിയില്ലാത്തൊരു സത്യം ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഞാൻ മറ്റാരുമല്ല, നന്ദീശന്റെ അമ്മ തന്നെയാണ്. നിങ്ങൾ നന്ദീശന്റെ അമ്മയാണെന്നോ? ശരി, നിങ്ങള് നന്ദീശന്റെ അമ്മയാണെങ്കിൽ തൃശൂലല്ലേ നിങ്ങളുടെ പേരക്കുട്ടി? അല്ലാതെ ത്രിവിക്രമല്ലല്ലോ. അതല്ലേ ഞാൻ കണ്ട ദീർഘവീക്ഷണം. ത്രിവിക്രമനും തൃശൂരും ജനിച്ചപ്പോഴേ അവരെ പരസ്പരം മാറ്റിയത് ഞാനാണ്. നന്ദീശന്റെ വീട്ടിൽ ആ ദിഗ്വിജയന്റെ മകനും, ദിഗ്വിജയന്റെ വീട്ടിൽ എന്റെ നന്ദീശന്റെ മകനും വളരേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അവർക്കാർക്കും ഈ സത്യം അറിയില്ല. അപ്പോ ത്രിവിക്രം ദിഗ്വിജയൻ അങ്കിളുടെ മകനല്ലേ? എന്തിനങ്ങനെ ചെയ്തേ? അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ലാഭം? എന്റെ രക്തം സമ്പന്ന കുടുംബത്തിൽ വളരേണമായിരുന്നു. അവന്റെ മുൻപിൽ എല്ലാവരും അടിയറവ് പറയണമായിരുന്നു. അതിലൊക്കെ ഉപരിയായി എന്റെ പരമ്പരയ്ക്ക് ആ നാഗമാണിക്യം ലഭിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ആ പൈതങ്ങളെ മാറ്റിയത്. എന്റെ പേരക്കുട്ടിയെ കൊണ്ട് ശിവാനിയെ കല്യാണം കഴിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അപ്പോ ഇത്രയും ദുരുദ്ദേശങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു അല്ലേ? അതെ, ആ നാഗറാണി എന്റെ പേരക്കുട്ടിയുടെ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നാഗമാണിക്യം ലഭിക്കുമ്പോൾ അവൾക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൾ ഒരടിമയെ പോലെ ജീവിക്കും. എന്റെ പേരക്കുട്ടി രാജാവിനെ പോലെ വാഴുകയും ചെയ്യും. ഛേ, നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വൃത്തികെട്ട ഉദ്ദേശങ്ങൾ മാത്രമാണല്ലേ ഉള്ളത്? നിങ്ങൾ ചെയ്തതൊന്നും ശരിയല്ല. ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഏയ്,
നീ ഇപ്പൊ എന്റെ അധീനതയിലാണുള്ളത്. നീ ആരാണെന്ന് പറ. നിന്റെ യഥാർത്ഥ രൂപം കാണിക്ക്. ഇത് തന്നെയാണ് എന്റെ യഥാർത്ഥ രൂപം. ഞാൻ തന്നെയാണ് ശിവാനി. മുഖത്ത് നോക്കി കള്ളം പറയുന്നതിൽ മാനക്കേടില്ലേ നിനക്ക്? എന്റെ മന്ത്രശക്തികൾ ഉപയോഗിച്ച് നിന്റെ യഥാർത്ഥ രൂപം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിന്നെ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും. ഓം റാം ഓം ഹ്രീം ഹട്ട് സ്വാഹ. ഓം ഹ്രീം ഹട്ട് സ്വാഹ. ഐ എം സോറി ശിവാനി. രാവിലെ മുതൽ താൻ വല്ലാത്ത ടെൻഷനിലായിരുന്നില്ലേ? അത് കണ്ടപ്പോ എനിക്കും വല്ലാത്ത ടെൻഷനായി. ഐ എം സോറി ശിവാനി. ഞാൻ വെറുതെ തന്നോട് തമാശയ്ക്ക് പറഞ്ഞല്ലേ. പോട്ടെ, വിട്ടേക്ക്. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. എനിക്ക് ദേഷ്യം വന്നാൽ നീ എന്താ ചെയ്യാന്നറിയാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. ഓ അത് ശരി. മേഡം അത്ര മോശമൊന്നല്ലേ? സോ ശിവാനി, നാളെ മുതൽ നമ്മള് ലവേഴ്സ് അല്ല. അല്ലേ? അതെന്താ? എന്താന്ന് വെച്ചാ നാളെ മുതൽ ഞാൻ നിന്റെ ഫിയാൻസി. നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. ആരും നമ്മളോട് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ആ, നാളത്തെ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? തന്റെ ഡ്രസ്സ് നാളെ കൊണ്ട് തരും. ആൻഡ് ഞാൻ സെലക്ട് ചെയ്ത താൻ ഇടാൻ പോകുന്നത്. ഓക്കേ, ഇനി നീ പോയിക്കോ. ഇത് ഉറങ്ങാനുള്ള സമയമല്ലേ ത്രിവിക്രം? നാളെ നമ്മുടെ എൻഗേജ്മെന്റ് അല്ലേ? ഇനി നന്നായിട്ട് ഉറങ്ങാതിരുന്നിട്ട് കണ്ണു തുറക്കാൻ പറ്റാതെ മോതിരം വേറെ ആർക്കെങ്കിലും ഇട്ടുകൊടുത്താലോ? നോ ചാൻസ്. എന്റെ കണ്ണ് കെട്ടിയാലും തന്റെ കയ്യിൽ ഞാൻ മോതിരം അണിയിക്കും. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ നീ പോ. പോയേ പറ്റൂല്ലേ? ആ, പോയേ പറ്റൂ. ഇപ്പൊ പോയേ പറ്റുള്ളൂ. അല്ല, ഞാനിവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് രണ്ടുപേർക്ക് നാളെ ഇവിടുന്ന് ഒരുമിച്ച് പോയാലോ? അയ്യോ, അതൊന്നും ഇപ്പൊ വേണ്ട. ഏയ്, അല്ല, ആദ്യം ഇവിടെ നിന്ന് പോ ത്രിവിക്രം. പറയുന്നത് കേൾക്ക്. എന്താ താൻ ഇവിടുന്ന് പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറയുമ്പോ എനിക്കത് ഇവിടുന്ന് പോണ്ടെന്നാ കേൾക്കുന്നത്. ആ, നിനക്കിനി എല്ലാം അങ്ങനെ കേക്കും. ഇപ്പൊ ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? താൻ എന്നോട് വെറുതെ ഇങ്ങനെ പറയുന്നല്ലേ. ശരിക്കും ഞാൻ ഇവിടുന്ന് പോണ്ടെന്നല്ലേ താൻ പറഞ്ഞത്? അയ്യോ ഇല്ല, ഞാൻ അങ്ങനെയൊന്നല്ല പറഞ്ഞത്. നീ ഇപ്പൊ പോ ത്രിവിക്രം. ഓക്കെ ഫൈൻ, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. പക്ഷേ ചുമ്മാ അങ്ങനെ പോകാനൊന്നും പറ്റില്ല. എന്താന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല. താൻ വെറുതെ മനസ്സിലാകത്തല്ല അഭിനയിക്കണ്ട. ത്രിവിക്രം വേണ്ട, പ്ലീസ്. ത്രിവിക്രം പ്ലീസ്, വേണ്ട. ത്രിവിക്രം വേണ്ട, പ്ലീസ്. ഓക്കെ ഫൈൻ. തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വേണ്ട. സോ ഐ വിൽ സീ യു ശിവാനി. ഗുഡ് നൈറ്റ്. കൃഷ്ണൻ എനിക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ള. ഞാൻ സ്വപ്നത്തെ കണ്ടത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. സ്വപ്നത്തെ കണ്ട പോലെ ഒന്നും ചെയ്യാതിരുന്നാ പോരെ. ഈശ്വര, ഈ ഡെക്കറേഷൻ ആരാ ചെയ്ത്? സെയിം ഞാൻ സ്വപ്നത്തെ കണ്ട് അതുപോലെ തന്നെയുണ്ടത്.
തൃശൂൽ തൃശൂൽ അച്ഛൻ അകത്ത് എന്തെല്ലാം ജോലികൾ കിടക്കും നിനക്കറിയോ? അവിടെ ഒന്നൊരു കൈസഹായം ചെയ്യുന്നതിന് പകരം ഇവിടെ ഒന്ന് നിൽക്കണോ? അച്ഛാ എന്താണ് നിനക്ക് പറ്റിയത്? കൊച്ചു മുതലാളിയുടെ എൻഗേജ്മെന്റിൽ നീ എത്ര സന്തോഷിക്കേണ്ടതാ? ഇതിപ്പോ നിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ. നീ എന്താണ് ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? കൊച്ചു മുതലാളിയുടെ എൻഗേജ്മെന്റിന് നീ എത്ര സന്തോഷമായിട്ടിരിക്കേണ്ടതാ? നിന്റെ മുഖത്ത് ഒരു സന്തോഷവും കാണുന്നില്ലല്ലോ. നിനക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡെക്കറേഷൻ ഇപ്പൊ ആരെങ്കിലും ഒരാൾ ചെയ്താൽ പോരെ? അച്ഛൻ ഇതുപോലെ തന്നെയല്ല മുൻപും പറഞ്ഞത്, അത് തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നു. അപ്പോ